ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേതൊരു ബ്രൈഡൽ വർക്കാണ്. ഈ ഒരു ലെഹങ്കയ്ക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഫ്രണ്ട് പോർഷനിൽ ഇടാനുള്ള ദുപ്പട്ടയും വേണം. പിന്നെ ഫേസ് കവർ ചെയ്യുന്ന ഈ ഒരു ദുപ്പട്ടയാണ് ചെയ്യുന്നത്. ഗ്രൂമിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ ഒരു ഫേസ് കവർ ചെയ്യുന്ന ദുപ്പട്ട നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ ബ്രൈഡിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ആളുടെ ഫേസ് ഒട്ടും തന്നെ കവർ ചെയ്ത് പോകരുത് ആ ഒരു നെയിം വരുമ്പോൾ. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു വർക്കായിരുന്നു. കാരണം ഈ ഒരു ബ്രൈഡ് എൻ്റെ സ്വന്തം അനിയത്തി കേട്ടോ. അപ്പോൾ അവളുടെ കല്യാണത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഗിഫ്റ്റായിട്ടാണ് ഞാനിതിനെ ഫീൽ ചെയ്യുന്നത്. എനിക്കും അവൾക്കും കണ്ട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആരെങ്കിലും ഓർഡർ തരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കാം. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷനിലേക്കുള്ള ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് സെയിം ലാവൻഡർ കളറിലുള്ള നെറ്റ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിൽവർ കളറിൽ സ്റ്റോൺസ് വരുന്ന സ്കാലപ്പ് ഡിസൈനിലുള്ള ലേസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ലേസ് ഫുള്ളായിട്ട് വേണ്ട, ഇതിൽ നിന്നും ആ ഒരു ലീഫ് പാറ്റേൺ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു ദുപ്പട്ടയിൽ കുറച്ച് ഗ്യാപ്പിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മാത്രമാണ് ഈ ഒരു വർക്കിൽ കുറച്ച് ടൈം എടുക്കുന്നത്. കാരണം കറക്റ്റ് ആ ഒരു ഷേപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റെഡിമെയ്ഡ് എടുത്തപ്പോൾ ഈ ഒരു ലെഹങ്കയിൽ തലയിലിടാനായിട്ടൊരു ദുപ്പട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദുപ്പട്ടയിൽ റൗണ്ട് ഷേപ്പിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ലേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പ് അല്ല വരുന്നത്, ഈ ഒരു ലീഫ് പാറ്റേൺ ആണ്. പക്ഷെ നല്ല മാച്ചിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദുപ്പട്ടയുടെ സൈഡിലേക്ക് ഈ ഒരു സ്കാലപ്പ് ലേസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ദേ ഈ ഒരു ലേസിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു സൈഡാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ടയുടെ അറ്റത്തേക്കായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് താഴത്തേക്കും ആ ഒരു ഗ്ലൂ ആവട്ടോ. കണ്ടില്ലേ, അത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്. വല്ല ജോർജറ്റ് ഷിഫോണൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലാവും, പക്ഷെ ഒരുപാടൊന്നും ആവില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഒട്ടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒട്ടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിൽ സ്റ്റോൺസ് വരുന്നത് കൊണ്ട് കുറച്ച് ഭാഗത്തേക്ക് തുന്നിയാണ് കൊടുത്തിട്ടുണ്ടായത്. ഇത് രാത്രി ചെയ്ത വർക്കാട്ടോ. രാത്രി ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ആണ് ഞാൻ ഇത് എടുത്തിട്ടുണ്ടായത്. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മാരേജിന് യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒരു സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ലാവൻഡർ കളറിലുള്ള ത്രെഡ് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ഞാൻ മെഷീനിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൈത്തുന്നലായിട്ടും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലീഫ് ഡിസൈൻസാണ്. അത് നമുക്ക് തുന്നിയൊന്നും കൊടുക്കണ്ട, ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എവിടേക്കാണ് ഈ ഒരു പാറ്റേൺ വരേണ്ടത് ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ദുപ്പട്ടയിലേക്ക് 1 സൈഡ് മാത്രമാണ് ലേസ് വരുന്നുള്ളത്. സോ നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്കുള്ള ദുപ്പട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ദുപ്പട്ട കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഫേസ് കവർ ചെയ്യുന്ന ഈ ഒരു ദുപ്പട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് സിൽവർ പാറ്റേണിൽ വരുന്ന ഈ ഒരു ഹാങ്ങിങ്ങോട് കൂടിയിട്ടുള്ള ലേസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മീറ്റർ അളവിലാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അതൊരു സ്ക്വയർ പീസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു നെറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു സൈഡിലേക്ക് ഈ ഒരു ലേസ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് ലേസ് കട്ട് ചെയ്ത് വാങ്ങിച്ചത് എന്നുണ്ടെങ്കിലും 2 സൈഡിലും ഇത്രയും പോർഷൻസ് ബാലൻസ് വന്നിട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വർക്കിൽ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ലേസ് 2 ലെയറായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് അത് ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം കൈത്തുന്നലോ അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ചോ കൊടുക്കുക.
പ്രത്യേകിച്ച് ഇത് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ലേസാണ്. അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലേസിലേക്ക് എഴുതേണ്ട നെയിം അറബിയിലൊന്ന് എഴുതിയെടുക്കാം. ഫസ്റ്റ് വളരെ ലൈറ്റായിട്ട് വേണം എഴുതിയെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. 2 A4 ഷീറ്റ് ആവശ്യമുണ്ട്. ഒരെണ്ണത്തിലേക്ക് ഗ്രൂമിൻ്റെ പേരും ഒരെണ്ണത്തിലേക്ക് ബ്രൈഡിൻ്റെ പേരും ആ ഒരു ഹാർട്ട് ഷേപ്പാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് നെത, ഗ്രൂമിൻ്റെ പേര് അഫ്രീൻ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പറോ അതല്ല എന്നുണ്ടെങ്കിൽ നെയിം സ്ലിപ്പ് പീൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു പേപ്പർ, അതല്ലെങ്കിൽ വാൾ പേപ്പർ പീൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ എഴുതാനായിട്ട് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് ആയിരിക്കും. A4 ഷീറ്റ് ആകുമ്പോൾ നമുക്ക് എഴുതാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഇനി തീരെ എഴുതാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ബട്ടർ പേപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാസ്ലിനാണ് എടുത്തിട്ടുള്ളത്. വാസ്ലിൻ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഡ്രൈ ആയി കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു ബട്ടർ പേപ്പറിൻ്റെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, ആ ഒരു വാസ്ലിൻ അപ്ലൈ ചെയ്ത ഭാഗത്താണ് ആ ഒരു ഗ്ലൈസിങ്, അല്ലാത്ത ഭാഗത്ത് ആ ഒരു വൈറ്റ് അങ്ങനെയാണ് നിൽക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു എഴുതിയ പേപ്പർ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി കറക്റ്റായിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ 2 പേപ്പറും കൂടി നമുക്ക് മാസ്കിംഗ് ടേപ്പോ സെലോ ടേപ്പോ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അങ്ങനെ വച്ചിട്ടില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് എവിടെയാണോ നമുക്ക് ആ ഒരു നെയിം വരേണ്ടത് നെറ്റിൽ, ആ ഒരു ഭാഗത്തേക്ക് നെറ്റ് വിരിച്ചിടുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ലെറ്ററിൽ ഫസ്റ്റ് ഔട്ട്ലൈൻ ഇതുപോലെ വരയ്ക്കാം കേട്ടോ, നമ്മുടെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഗ്ലൂ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗ്ലിറ്റർ പൗഡർ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ പൗഡർ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ലുലുന്നാണ്. ബാക്കി ഇതിൻ്റെ നെറ്റ് ഫാബ്രിക്കും ലേസ് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് ആലുവ, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ബൈപ്പാസ് ജംഗ്ഷനിലെ പരാഗ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ഞാനിവിടെ ഫേസ് കവർ ചെയ്യുന്ന ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് 1 മീറ്റർ അളവിലാണ് നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം നമുക്ക് ഇതിൽ അളവ് കൂട്ടാം കേട്ടോ. ഏറ്റവും കുറഞ്ഞതൊരു 1 മീറ്റർ വേണം. കംപ്ലീറ്റ് ആയിട്ട് റൈറ്റിങ്ങിൽ ഈ ഒരു ഗ്ലിറ്റർ പൗഡർ വിതറിയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്നും ഡ്രൈ ആവട്ടെ. അപ്പോൾ ഞാനിത് രാത്രി ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് ഉച്ചയായിട്ടും ഇത് ഡ്രൈ ആയിട്ടുണ്ടായില്ല കേട്ടോ. കാരണം ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഡ്രൈ ആവാനായിട്ട് ഞാൻ പിന്നെ ബാൽക്കണിയിൽ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടാണ് ഡ്രൈ ആക്കി എടുത്തത്. വെയിൽ കൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അങ്ങനെ സിൽക്ക് പൗഡർ പൊളിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ വാങ്ങുന്ന ആ ഒരു സിൽക്ക് പൗഡർ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പൗഡറായിട്ടുള്ള സിൽക്ക് വാങ്ങിക്കണം. ഒട്ടും തരിതരിപ്പൊന്നും പാടില്ല കേട്ടോ. ഇനി നമുക്കിത് ഡ്രൈ ആയതിനു ശേഷം പീൽ ചെയ്യാം. ഇതൊരു നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ പീൽ ചെയ്യുന്ന ടൈമിൽ ആ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള സിൽക്ക് പൗഡറൊക്കെ താഴേക്ക് വരുന്നതായിട്ട് കാണാം. കണ്ടില്ലേ, നമ്മൾ പീൽ ചെയ്യുന്ന ആ ഒരു പേപ്പറിലൊക്കെ സിൽക്ക് പൗഡർ ഉണ്ട്. ബാക്കി വരുന്നത് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കൊന്ന് കുടഞ്ഞ് കളഞ്ഞാൽ മതി. A4 ഷീറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ആ ഒരു ലെറ്റേഴ്സിൽ തന്നെ സ്റ്റിക്കായിട്ടിരിക്കും. ബാക്കിയുള്ള ലെയർ ഇതുപോലെ നല്ല രീതിയിൽ പീൽ ചെയ്ത് കളയാട്ടോ. ആ ഒരു ലെറ്റേഴ്സിൻ്റെ സ്ട്രക്ചർ ഒട്ടും തന്നെ മാറിപ്പോകരുത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അല്ലാണ്ട് വേറൊരു മെത്തേഡിലും ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് A4 ഷീറ്റിൽ കാലിഗ്രഫി എഴുതുക. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിൻ്റെ മുകളിൽ സിൽക്ക് പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയതിനു ശേഷം അത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു റൈറ്റിങ്സ് നമ്മുടെ നെറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 മെത്തേഡിലും ചെയ്യാം. പിന്നെ സിൽക്ക് പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോൺസും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബ്രൈഡ് ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓർഡർ തരണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ തന്നെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.